ഗർഭിണികൾ ആദ്യത്തെ 3 മാസം ശ്രദ്ധിക്കേണ്ടത്. പ്രധാനമായും അവസാനത്തെ മാസം മുറ വന്ന ദിവസം തൊട്ട് 14ാമത്തെ ആഴ്ച വരെയുള്ള സമയം. ഈ സമയത്താണ് അമ്മയ്ക്കും കുഞ്ഞിനും പല മാറ്റങ്ങളും വരുന്നത്. അമ്മയെ സംബന്ധിച്ചിടത്തോളം ക്ഷീണം, ഹാർട്ട് ബേൺ, ഛർദി, ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി, മലബന്ധം, ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളിൽ കൂടിയാണ് ഇവർ കടന്നു പോകുന്നത്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 6 ആഴ്ച മുതൽ 12 ആഴ്ച വരെയുള്ള സമയങ്ങളിലാണ് കുഞ്ഞിന്റെ പ്രധാന അവയവങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഹാർട്ട് ബീറ്റ്, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങൾ ഈ സമയത്താണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഹോർമോൺ പ്രൊജസ്ട്രോൺ ബോഡിയിൽ കൂടുന്നതിന്റെ ഫലമായി അമ്മമാരിൽ അകാരണമായ ക്ഷീണം കണ്ടുവരാം. അതുപോലെ നെഞ്ചരിച്ചൽ, സ്റ്റൊമക്കും ഫുഡ് പൈപ്പും കണക്ട് ചെയ്യുന്ന വാൾവ് ഈ ഹോർമോണിന്റെ എഫക്ട് കാരണം ലൂസ് ആവുന്നു. വയറിൽ നിന്ന് ആസിഡ് തിരിച്ചു കയറുന്നതിന്റെ ഫലമായാണ് നെഞ്ചരിച്ചൽ ഉണ്ടാവുന്നത്. ഇത് കൺട്രോൾ ചെയ്യുവാൻ ഇടയ്ക്കിടയ്ക്ക് ചെറിയ അളവിൽ ഭക്ഷണം കഴിക്കുക. സ്പൈസി ഫുഡ്, ഫ്രൈഡ് ഫുഡ്, ചോക്ലേറ്റ് തുടങ്ങിയവ ഒഴിവാക്കുന്നതാണ് നല്ലത്. അടുത്തതായി ഛർദിക്കുവാനുള്ള ടെൻഡൻസി. ഇതും ഹോർമോണിന്റെ ലെവൽ കൂടുന്നത് കൊണ്ടാണ്. പ്രധാനമായും HCG ഹോർമോൺ. ഛർദിക്ക് കാരണമാവുന്ന ഭക്ഷണങ്ങളും സ്മെല്ലും ഒഴിവാക്കുക എന്നതാണ് ആദ്യമായി ചെയ്യേണ്ടത്. ഛർദിക്കുന്നത് കൊണ്ട് തന്നെ ഇഷ്ടമില്ലാത്ത ഭക്ഷണം നിർബന്ധിച്ച് കഴിപ്പിക്കാതെ പറ്റുന്ന ഭക്ഷണം 1-2 മണിക്കൂർ കൂടുമ്പോൾ ചെറിയ അളവിൽ സാവധാനം കഴിക്കേണ്ടതാണ്. അതുപോലെ ഫ്ലൂയിഡ് ഇൻടേക്കും അത്യാവശ്യമാണ്. മറ്റൊരു പ്രശ്നമാണ് മലബന്ധം. ഹോർമോണിന്റെ പ്രവർത്തന ഫലമായി ആമാശയത്തിന്റെ മൂവ്മെന്റ് കുറയുന്നതാണ് മലബന്ധത്തിന്റെ കാരണം. അതിനാൽ ധാരാളം വെള്ളം കുടിക്കുക. ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങളും ധാരാളമായി കഴിക്കുക. ഡോക്ടറിനെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും ഡോക്ടർ തരുന്നതായിരിക്കും. പിന്നീട് ആദ്യമായി ഒരു സ്കാൻ ചെയ്യും. ആദ്യത്തെ സ്കാനിലാണ് കുട്ടിയുടെ ലൊക്കേഷൻ മനസ്സിലാക്കുന്നത്. കുട്ടി ഗർഭപാത്രത്തിനകത്താണോ പുറത്താണോ, അതുപോലെ എത്ര കുട്ടികളുണ്ട്, ട്വിൻസ് ആണോ, വളർച്ച എത്രയുണ്ട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സ്കാനിൽ കൂടിയാണ് മനസ്സിലാക്കുന്നത്. അവസാനത്തെ മാസം മുറ വന്ന ദിവസം തൊട്ട് 9 മാസവും 7 ദിവസവും കൂട്ടിയാൽ കിട്ടുന്നതാണ് ഡെലിവറി ഡേറ്റ്. എന്നാൽ ഈ ഒരു ഡേറ്റിൽ വെറും 5% സ്ത്രീകൾ മാത്രമേ പ്രസവിക്കാറുള്ളൂ. 11 ആഴ്ച മുതൽ 14 ആഴ്ച വരെയുള്ള സമയത്ത് ചെയ്യുന്ന സ്കാൻ ആണ് ആന്റി സ്കാൻ. ഈ സ്കാനിലാണ് ഡൗൺ സിൻഡ്രോം പോലുള്ള ജനിതക വൈകല്യം കുട്ടികൾക്കുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത്. അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവ് ഗ്രൂപ്പും പങ്കാളിയുടേത് പോസിറ്റീവ് ഗ്രൂപ്പും ആണെങ്കിൽ ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ ഗ്രൂപ്പ് പോസിറ്റീവ് ആവുകയും ചെയ്യുകയാണ്. കുട്ടികൾക്ക് ബ്ലഡ് ഗ്രൂപ്പിന്റെ വ്യത്യാസം മൂലം ഉണ്ടാകുന്ന മഞ്ഞപ്പിത്തം പോലുള്ള പ്രശ്നങ്ങൾ വരുവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പ്രത്യേകം ചെക്ക് ചെയ്യേണ്ടതാണ്. അതിനായി ICD എന്ന ടെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ആദ്യത്തെ 3 മാസം കഴിക്കേണ്ട ടാബ്ലറ്റും വൈറ്റമിൻ ഗുളികകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ആദ്യത്തെ 3 മാസത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഈ അറിവ് നിങ്ങൾക്ക് ഗുണം ചെയ്തു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഫോർവേഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.